ഹായ്, നമ്മളിന്ന് പോകുന്നത് കായംകുളം വഴി തൃശ്ശൂർ, എറണാകുളം. എന്തിനാ പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരൻ്റെ ബൈക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവന് ലൈസൻസ് ഒന്നുമില്ല, എന്നാലും വണ്ടി വേണമെന്ന് പറഞ്ഞു. കായംകുളം വഴി, മായന്നൂർ കായംകുളം വഴിയുള്ള യാത്ര അതിമനോഹരമാണ്. ഇരുവശങ്ങളിലെ കാട് കൊണ്ടും ഇരുവശങ്ങളിലെ മരങ്ങൾ കൊണ്ടും പിന്നെ ചെറിയ ചെറിയ പൂക്കൾ, ചെടി. നോക്ക്, ഇത് കായംകുളമല്ല, ഇത് തൃശ്ശൂരെത്താറായി. രണ്ടാം ചെടി വെച്ച ഭാഗങ്ങളെല്ലാം കാണുമ്പോൾ നല്ല ചന്തമുള്ള സാധനമാണ്. ഏകദേശം എറണാകുളത്തിനോടടുത്ത് എത്താറായപ്പോഴേക്കും സത്യം പറഞ്ഞ പട്ടിയായി കേട്ടോ. രാവിലെ 7:30 ഇറങ്ങാൻ പറഞ്ഞ അവൻ ഇറങ്ങിയത് ഏകദേശം 11 മണിയായി. 11 മണിക്ക് ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴേക്കും, അവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം പട്ടിയായി. പിന്നെ നേരെ എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിലേക്കുള്ള ഒരു യാത്ര. വലതുവശത്തു കൂടെ കായലൊരേത്തൂടെ ഉള്ളൊരു യാത്ര മനോഹരമായിരുന്നു. അവിടെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്ന എങ്ങനെ മീൻ പിടിക്കാം എന്ന്, ചോട്ട മൊബൈൽ മീൻ പിടിക്കാൻ പോകില്ലേ, ഏകദേശം ആ ഒരു തരം വലയാണ് അവിടെ. പിന്നെ യാത്രയിൽ ചിരി ചിലവില്ല. നമുക്ക് ചിരി ചിലവില്ല. ഹായ്, നല്ല രസമുണ്ടല്ലേ. ചിരി ചിലവില്ല പറഞ്ഞ് ചിരി നിങ്ങൾക്ക് ചിരിക്കാൻ ചിലവില്ല എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെന്താ, ഇതേത് ടോൾ പാസ്സാന്ന് ഇപ്പം എനിക്കും അറിയില്ല. എന്തെങ്കിലും ആവട്ടെ. ഇതാണ് ഞാൻ മെയിനിൽ എന്തിനായി യാത്രകൾ ചെയ്യുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കും പിടുത്തില്ല. ഞായറാഴ്ച വരെ ഞാൻ വെറുതെ ഇരിക്കാൻ നോക്കും വീട്ടിൻ്റെ ഉള്ളിൽ, പക്ഷെ നടക്കില്ല. കൊച്ചിൻ ഷിപ്പ്യാർഡിലെല്ലാം ഒരുപാട് ആളുകൾ ജോലിക്കുന്നുണ്ട്. അതിലൊരാളാണ് എൻ്റെ കൂട്ടുകാരൻ. അവ എങ്ങനെ അവിടെ എത്തിപ്പെട്ടു എന്ന് എനിക്ക് പോലും അറിയില്ല. ബട്ട് ഹി നൗ വർക്കിംഗ്, ഇംഗ്ലീഷ് വേണ്ട, he now working very well in this കൊച്ചിൻ ഷിപ്പ്യാർഡ്. നോക്ക്, ഇതിപ്പോൾ പുതുതായി കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്താണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് 20 രൂപയ്ക്ക് അൺലിമിറ്റഡ് ചോറ്, പിന്നെ അടിപൊളി വൈബ്. സോ ഞാൻ 2 കട്ടോറ്റ ചോറ് എക്സ്ട്രാ മേടിച്ചെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് കുഞ്ഞുണ്ണി മാഷിൻ്റെ അടിപൊളിയിലെ ഒരു എഴുത്ത്, അതും എനിക്കിഷ്ടമായി. പിന്നെ ഞാൻ അങ്ങനെ മെട്രോയിൽ കയറിയിട്ട് വണ്ടിയെല്ലാം കൊടുത്ത് സംസാരിച്ച് പിന്നെ മെട്രോയിൽ കയറിയിട്ടേ വന്നു.